നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ലേഔട്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നോക്കിയത്. ഇപ്പം നമ്മൾ പറഞ്ഞു പ്ലാൻ ലേഔട്ട് എന്ന് പറഞ്ഞാൽ മെഷീൻ്റെയും എക്യുപ്മെൻറ്റിൻ്റെയും മറ്റ് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിൻ്റെയും ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഇൻ ദ ഫാക്ടറി ആണ്. ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്കതിനെ എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ. അതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ നമ്മളൊരു 10-14 ഫാക്ടേഴ്സൊക്കെ നോക്കി അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഏത് തരം ലേഔട്ടാണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ലേഔട്ടുകൾ, പലതരത്തിലുള്ള ലേഔട്ടുകൾ ഏതാണെന്ന് നോക്കാം. ആദ്യത്തേത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ അസംബ്ലി ലേഔട്ടാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ്. ഒരു പ്രോഡക്റ്റിന് ഒറ്റൊരു ലൈൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വേണമെന്നില്ല, കർവ്ഡ് ആയിട്ടായാലും വിരോധമൊന്നുമില്ല. അപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലൈൻ in order in which they would be used in the process of manufacture. Process of manufactureൽ മെഷീനുകൾ എങ്ങനെയാണോ ഉപയോഗിക്കുക ആ ഓർഡറിൽ, ഇപ്പം ഇതിൽ ഈ പടത്തിൽ ടേണിങ്, ഡ്രില്ലിങ്, മില്ലിങ്, ഗ്രാൻഡ്, ബോറ്, റീം, ഇൻസ്പെക്ട്, പാക്ക്, അങ്ങനെ. അപ്പം അതെ നേരെ വേറൊരു പ്രോഡക്റ്റ് ആകുമ്പോൾ കാസ്റ്റ്, ഗ്രൈൻഡ്, ടേണ്, ഡ്രില്ല്, മില്ല്, പെയിന്റ്, ഇൻസ്പെക്ട്, പാക്ക്. അപ്പം ആ രീതിയിൽ എന്തെല്ലാം ഒരു റോ മെറ്റീരിയലിന് ഒരു അറ്റത്തൂടെ കടത്തിവിട്ട് ഒരു സീരീസ് പ്രോസസ്സിലൂടെ അതിങ്ങനെ പോയി മറ്റേ അറ്റത്തേക്ക് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വരികയാണ്. അപ്പം ആ ഒരു നമ്മൾ ഇന്റർമിറ്റന്റ് പ്രോസസ്സ് പറഞ്ഞു. ഇന്റർമിറ്റന്റ് ആണ് പ്രോസസ് എങ്കിൽ ലേ ഔട്ട് മിക്കപ്പോഴും എന്തായിരിക്കും, നമുക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ അസംബ്ലി ലൈൻ. അപ്പോൾ ഒരു അറ്റത്ത് ഒരു മെഷീൻ, ഒരു റോ മെറ്റീരിയൽ, എന്നിട്ട് അത് ഒരു പ്രോഡക്റ്റിന് ആദ്യം ടേണിങ്, അപ്പം ആ ടേണിങ്ങിന്റെ മെഷീൻ, പിന്നെ ഡ്രില്ലിങ്, അപ്പം ആ ഡ്രില്ലിങ്ങിന്റെ മെഷീൻ, പിന്നെ മില്ലിങ്, അപ്പം മില്ലിങ്ങിന്റെ മെഷീൻ, ആ രീതിയിൽ ഒരൊറ്റ ലൈനിൽ അത് സ്ട്രെയിറ്റോ അല്ലെങ്കിൽ ഒരു കർവ് ആയിരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഇനി മറ്റൊരു പ്രോഡക്റ്റ് വരികയാണെങ്കിൽ അതിന്റെ മെഷീൻസ് കാസ്റ്റിംഗ് ആണ്, അപ്പോൾ അതിന്റെ മെഷീൻ ആദ്യം, ഗ്രൈൻഡിങ്ങിന്റെ മെഷീൻ, ടേണിങ്ങിന്. അപ്പോൾ ശരിക്കും ഒരു പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽ ഒരു അറ്റത്തിട്ട് മറ്റേ അറ്റത്ത് ഫിനിഷ് ഗുഡ്സ് കിട്ടും. ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഒരു ലൈനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് പോകുന്ന ഒരു രീതി. അപ്പം അവിടെ കണ്ടിന്യൂസ് മാസ് പ്രൊഡക്ഷന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ്. സ്പെഷ്യലൈസ്ഡ് മെഷീനാണ്, കാരണം ഇവിടെ ടേണിങ്ങിന് ഒരു മെഷീൻ, ഡ്രില്ലിങ്ങിന്, മില്ലിങ്ങിന്, ഗ്രൈൻഡിങ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീൻസും ഒരു ലൈനിൽ, രണ്ടാമത്തെ പ്രോഡക്റ്റിന് മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഒക്കെ രണ്ടാമത്തെ ലൈനിൽ. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലൈൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അസംബ്ലി ലേഔട്ട് എന്നൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് ആദ്യത്തെ ടൈപ്പായിട്ട് പോകേണ്ടത്. ലൈനിലായിട്ടാണ് മെഷീൻസ്, സ്പെഷ്യലൈസ്ഡ് മെഷീൻസ് ആണ്, കണ്ടിന്യൂസ് മാസ് പ്രൊഡക്ഷൻ ആണ്. അതാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അസംബ്ലി അല്ലെങ്കിൽ ലൈൻ ലേഔട്ടിൽ പറയുന്നത്. ഇനി പ്രോഡക്റ്റ് ലേഔട്ടിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമുക്കിതിന്ന് ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഒരു എൻഡിൽ റോ മെറ്റീരിയൽസ് കൊടുത്തിട്ട് മറ്റേ എൻഡിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വരുന്ന രീതിയിൽ എൻറ്റയർ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഇടയ്ക്കൊരു എന്താ പറയുക, ഒരു സ്മൂത്തായിട്ട് റോ മെറ്റീരിയൽ അങ്ങോട്ട് കൊടുത്ത് ആ മെഷീനൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് കഴിഞ്ഞ്, ടേണിങ് കഴിഞ്ഞ്, മില്ലിങ് കഴിഞ്ഞ്, അങ്ങനെ ഓരോരോ പ്രോസസ്സ് കഴിഞ്ഞ് ദ അതർ എൻഡിൽ വന്ന് ഫിനിഷ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ലോവർ ആണ്. കാരണം എന്താ വെച്ചാൽ ഒറ്റ ലൈനിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ബാച്ച് പ്രൊഡക്ഷനിലൊക്കെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അടുത്ത ലേഔട്ട് പറയും, ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട രീതിയിലുള്ള അതും വരുന്നില്ല. സോ ലോവർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സും കുറവാണ്. കാരണം നേരെ അങ്ങ് പോവല്ലേ, ഒരു മെഷീനിൽ നിന്ന് അടുത്ത മെഷീനിലേക്ക് നേരിട്ട് ഒരു ലൈനായിട്ട് തന്നെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട, വർക്ക് ഇൻ പ്രോഗ്രസ് കുറവുമാണ്. സ്പേസ് യൂട്ടിലൈസേഷൻ ഒപ്റ്റിമം ആയിട്ട് ഏറെക്കുറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എല്ലാ മെഷീൻസിനെയും സീക്വൻസിൽ അറേഞ്ച്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ. അതുകൊണ്ട്
ഈവൻ കൺജസ്റ്റഡ് സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് മെഷീൻസിനെ യു ഷേപ്പിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ സ്പേസിന്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പോസിബിൾ ആകും. ഉപയോഗിക്കാതെ കുറച്ച് സ്പേസ് അവിടെ കിടക്കുക, ആ വക പ്രശ്നമൊന്നും ഉണ്ടാവില്ല. റിസോഴ്സസിന്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഉണ്ടാവും. കാരണം മിനിമം മൂവ്മെന്റ് ആണ്, വർക്കേഴ്സിന്റെ മൂവ്മെന്റ് മിനിമം ആണ്, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ്യൂസ്ഡ് വേസ്റ്റേജ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ്സും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേസ്റ്റുകൾ വരാനോ നഷ്ടമായി പോകാനോ ഉള്ള സാധ്യതകൾ കുറവാണ്. സൂപ്പർവിഷൻ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. പ്രോസസ് ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ലൈൻ മാനേജർ എന്നുള്ള രീതിയിൽ ഒരാൾ ഇങ്ങനെ ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നില്ലേന്ന് അങ്ങനെ ചുറ്റി നടന്ന് നോക്കിയാൽ മതി. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പലയിടത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പ്രൊഡക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ എളുപ്പമാണ്. ടൈം സേവ് ചെയ്യാനും പറ്റും. കാരണം എന്താ വെച്ചാൽ ട്രാൻസ്പോർട്ടിങ് മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ നമ്മൾക്ക് പ്രോഡക്റ്റിന്റെ എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണോ ആ പ്രോസസ്സിന്റെ മെഷീൻസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് ഓരോ ലൈനിൽ ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്നോളും. അപ്പൊ അവന് അവിടെ വേറെ കൺഫ്യൂഷൻസോ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ടബിക്കാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുത്തുകൊണ്ട് പോകാനോ അതിന് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് എടുത്തുകൊണ്ട് പോകാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളും പ്ലാനിങ്ങും എളുപ്പമാണ്. ടൈം സേവിങ്സും നടക്കുന്നുണ്ട്. അതാണ് പ്രോഡക്റ്റ് ലേഔട്ടിന്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് വരുന്നത് എന്താ വെച്ചാൽ ഇൻഫ്ലെക്സിബിലിറ്റി ആണ്. നമുക്കറിയാം ഇതൊരു നിരയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അപ്പോൾ എവിടെങ്കിലും ഒരു ചെറുതായിട്ടുള്ള ഒരു പ്രശ്നം വന്നാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. മാറ്റം വരുത്തണമെങ്കിൽ മൊത്തം എൻറ്റയർ ലൈൻ ലേഔട്ടിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി വളരെ കമ്മിയാണ്. മെഷീൻസ് ഒക്കെ അത് കോസ്റ്റ്ലി ആണ്. കാരണം അവരുടെ ഫങ്ഷൻസ് അനുസരിച്ചുള്ള മെഷീനുകൾ വാങ്ങി ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ ചിലപ്പോൾ 2 പ്രോഡക്റ്റിനും ഗ്രൈൻഡിങ് ആവശ്യമായിട്ട് വരും. പക്ഷെ 2 പ്രോഡക്റ്റിനും സെപ്പറേറ്റ് ഗ്രൈൻഡേഴ്സ് തന്നെ നമ്മൾ വാങ്ങിക്കണം. കാരണം പ്രോഡക്റ്റ് എക്ക് ഗ്രൈൻഡിങ് ഉണ്ട്, പ്രോഡക്റ്റ് ബിക്കും ഗ്രൈൻഡിങ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിന്റെ പ്രോസസ്സുകൾ ഒരു ലൈനായിട്ടാണ്. അപ്പോൾ ഈ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2, 3, 4 മെഷീനൊക്കെ ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതിനേലുള്ള കോസ്റ്റ് കൂടും. സൂപ്പർവിഷൻ എളുപ്പമാണ്, അത് ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ലൈൻ മൊത്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർവിഷൻ എളുപ്പമാണ്. കാരണം ഡിപ്പാർട്ട്മെന്റോളം കയറി നടന്ന് സൂപ്പർവൈസ് ചെയ്യണ്ട. പക്ഷെ സിൻസ് ഒരു ലൈനിൽ ഒരാൾ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാവാം. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഉള്ള ലൈനിൽ കൂടുതൽ എക്സ്പാൻഷൻ പറ്റില്ല. മറിച്ച് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് വരികയാണെങ്കിൽ പുതിയൊരു ലൈൻ ലേഔട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഉള്ള ലേഔട്ടിൽ ഒരു അഡ്ജസ്റ്റ്മെന്റോ ഒരു മെഷീൻ എക്സ്ട്രാ കയറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൂടാനോ അങ്ങനെയുള്ള സംവിധാനത്തിനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ പാടാണ്. പിന്നെ പ്രൊഡക്ഷനിൽ ഒരു മെഷീൻ ഒന്ന് കേടായി കഴിഞ്ഞാൽ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആവും. ഒരു ഗ്രൈൻഡിങ് മെഷീൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഗ്രൈൻഡിങ് മെഷീൻ ഒന്ന് കേടായി എന്ന് വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എൻറ്റയർ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആ മെഷീൻ നന്നാക്കിയാലേ ബാക്കിയുള്ള പ്രോസസ്സുകളും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റ് പുറത്താവുള്ളൂ. അപ്പൊ അങ്ങനെ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ ബ്രേക്ക് ഡൗണിന്റെ സമയത്ത് സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ വരാനുള്ള ഒരു വലിയ ചാൻസ് ഇത്തരം ലേഔട്ടുകളിൽ ഉണ്ട്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലേഔട്ട് എന്ന് പറയുന്നത് പ്രോസസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ടാണ്. നമ്മൾ പ്രോഡക്റ്റ് ലേഔട്ട് നോക്കി. പ്രോഡക്റ്റ് ലേഔട്ട് എങ്ങനെയായിരുന്നു? ഒരു പ്രോഡക്റ്റ് ഏതെല്ലാം പ്രോസസ്സിൽ കൂടെ കടന്നു പോകണോ ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെഷീനുകളെല്ലാം ഒരു ലൈനിൽ നിരത്തി പിടിച്ച് നമ്മൾ വെക്കുന്നു. റോ മെറ്റീരിയൽസ് ഒരു എൻ്റർ ചെയ്യുന്നു. അതർ എൻഡിൽ കൂടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇങ്ങനെ ഒരു 10 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ 10 പ്രോഡക്റ്റ് ലൈനുകൾ ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ
നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഒരു മാനുഫാക്ചറിങ് ഫേമിന് ഇത്തരം ഒരു സംവിധാനം അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 10 പ്രോഡക്ട്സ് 20 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ 20 പ്രോഡക്റ്റ് ലൈനുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, കോസ്റ്റ്ലിയാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ പ്രോഡക്റ്റ് എയ്ക്കും ടേണിങ്ങും വെൽഡിങ്ങും ആവശ്യമുണ്ട്, പ്രോഡക്റ്റ് ബിക്കും ഉണ്ട്. പക്ഷെ രണ്ടിനും സെപ്പറേറ്റ് മെഷീൻസ് ആണ് വെക്കുന്നത്. അതിൻ്റെ ബേസിൽ കോസ്റ്റ് കൂടുന്ന ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേഔട്ടാണ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ട്. ഇപ്പം നിങ്ങളിത് കണ്ടറിയാം, ഇപ്പോൾ ടേണിങ് എന്ന പ്രോസസ്സ് ചെയ്യാനുള്ള എല്ലാ മെഷീൻസും കൂടി ഒരു സ്ഥലത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, വെൽഡിങ് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ്, മൈലിംഗ് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അസംബ്ലി ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ടെസ്റ്റിംഗ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ. അപ്പോൾ പ്രോഡക്റ്റ് എ ആണെങ്കിൽ പ്രോഡക്റ്റ് എ ടേണിങ്ങിൽ പോയി, മൈലിങ്ങിൽ പോയി, വെൽഡിങ്ങിൽ പോയി, അങ്ങനെ ടെസ്റ്റിങ്ങിൽ പോകും. പ്രോഡക്റ്റ് ബി ആണെങ്കിൽ ആദ്യം ടേണിങ്ങിൽ നിന്ന് അത് മൈലിങ്ങിലേക്ക് വന്ന് വെൽഡിങ്ങിൽ വന്ന് അസംബ്ലി വഴി ടെസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ ഓരോ പ്രോഡക്റ്റിനും എന്ത് പ്രോസസ്സാണ് ആവശ്യം, ആ പ്രോസസ്സ് എവിടെയാണോ നടക്കുന്നത് അവിടെ നിന്ന് ആ ഒരു പ്രോസസ് ചെയ്തിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന ഒരു രീതി. ഇവിടെ ജോബ് ലോട്ട് അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ ലേഔട്ട് ആണ് സത്യം. മറ്റത് കണ്ടിന്യൂസ് മാസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇത് ജോബ് ലോട്ട് അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ സിമിലർ മെഷീൻ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെന്ത് ഫംഗ്ഷൻ ആണോ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് പ്രൊഡക്റ്റുകൾക്ക് ഏത് പ്രോസസ്സാണ് ആവശ്യം, ആ പ്രോസസ്സുള്ള മെഷീൻ ഇരിക്കുന്നിടത്തേക്ക് ഈ പ്രോഡക്റ്റോ ഈ റോ മെറ്റീരിയലോ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ രൂപത്തിൽ എത്തിയിട്ട് ഇങ്ങനെ പല ഓർഡറിൽ പല ഡിപ്പാർട്ട്മെന്റിലൂടെ കയറി ഇറങ്ങി അവസാനം ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സ് പോകുന്ന ഒരു ലേഔട്ടിന്റെ രീതിയാണ് നമ്മൾ ഫങ്ഷണൽ അല്ലെങ്കിൽ പ്രോസസ് ലേഔട്ട് എന്ന് പറയുന്നത്.